തൃശ്ശൂരിലെ വിവാദങ്ങൾ തുടരുകയാണ്. കള്ളവോട്ടുമായി ബന്ധപ്പെട്ട്, ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ, ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റ്, മറുപടി നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇനിയും വോട്ട് ചേർക്കും, വേണമെങ്കിൽ കാശ്മീരിൽ നിന്നും ആളെ എത്തിച്ച് വോട്ട് ചേർക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബി.ജെ.പി ആദ്യം മൗനം പാലിച്ചു, മറുപടിയൊന്നും പറയാതെ കുറേയൊക്കെ അങ്ങ് അവഗണിച്ചു. സുരേഷ് ഗോപി പോലും നമ്മൾ കണ്ടതാണ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയതാണ്. അത് ഒടുവിൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിക്കുന്ന തരത്തിലേക്ക് അതെത്തി. അവിടെ പ്രകടനമായിട്ട് വരിക, അവിടെ വന്ന ഓഫീസ് ബോർഡിൽ കരിയോയിൽ, അദ്ദേഹത്തെ കിട്ടാത്തത് കൊണ്ട് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ദേഹത്ത് ഒഴിക്കുന്നത് പോലെയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ദേഹത്ത് ഒഴിച്ച വിവരം അറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ്, കേസ് ഇവിടെ അങ്ങ് നിൽക്കില്ല, അത് വലിയ വിഷയമാവും. അപ്പം എന്തായാലും പക്ഷെ ആദ്യമൊക്കെ ബി.ജെ.പി നമുക്ക് തോന്നി, എന്താ ഈ ബി.ജെ.പിക്കാരൊന്നും മറുപടി പറയാത്ത, ഇത് വളരെ മെല്ലെപ്പോക്കാണല്ലോ, അവരിതിനെ അങ്ങ് അവഗണിക്കുകയായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ സ്ഥിതി മാറി. ഈ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് പിന്നെ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ചതിനെതിരെ അവിടെ തൃശ്ശൂരിൽ ഒരു വലിയ പ്രതിഷേധ റാലി നടന്നു. ബി.ജെ.പിയുടെ അന്ന് ഒരു സമ്മേളനം നടന്നു. ആ പ്രതിഷേധ യോഗത്തിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പ്രസംഗിക്കാൻ വന്നത് നമ്മൾ കണ്ടു. അവിടെ വെച്ച് കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട്, ആദ്യമായിട്ട് ഈ കാര്യത്തിൽ ഏറ്റവും ഭംഗിയായി പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനിയും വോട്ട് ചേർക്കും. ഞങ്ങൾ ഈ വോട്ട് ചേർത്തപ്പോൾ നിങ്ങൾ ഈ LDFും UDFും എവിടെ ആയിരുന്നു? ഒരു MLA പോലും ഇല്ലാത്ത, ഭരണത്തിലൊരു സ്വാധീനവും ഇല്ലാത്ത ബി.ജെ.പി ഇത്തരത്തിൽ കള്ള വോട്ട് ചേർക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ശരി, ഞങ്ങൾ വാദത്തിന് അംഗീകരിക്കാം, ഞങ്ങൾ കള്ള വോട്ടാണ് ചേർത്തത്. നിങ്ങൾ അന്ന് എവിടെ പോയിരുന്നു? ഭരണമുള്ള കക്ഷിയുണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയുണ്ട്. നിങ്ങൾ അറിയാതെയാണ് ഞങ്ങൾ വോട്ട് ചേർത്തതെങ്കിൽ പോയി തൂങ്ങിച്ചാകിനട എന്ന് പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുന്നത് കണ്ടു. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇവർക്ക് മറുപടി കൊടുക്കുന്ന, ഭരണ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കുന്ന, രാഷ്ട്രീയമായി മറുപടി കൊടുക്കുന്ന കാഴ്ച കേരളം കണ്ടു. അപ്പോൾ തുടങ്ങി ബി.ജെ.പി അണികളിലും നേതാക്കളിലും ഒരു വലിയ ആവേശം പ്രകടമായിരുന്നു. കാരണം ഈ കാര്യത്തിൽ ഈ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഇവിടെ സംസ്ഥാന നേതൃത്വമായിരുന്നു അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറോ അദ്ദേഹത്തിനോടൊപ്പമുള്ളവരോ അങ്ങനെ കാര്യമായ ഒരു പ്രതികരണം നടത്തിയതായിട്ട് നമ്മൾ ആരും കണ്ടില്ല. ആ സ്ഥാനത്താണ് ഈ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൂടി ഒരുമിച്ച് വന്ന് ഒരു മറുപടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതിരോധിക്കുന്നത്, ഒരു പ്രതിരോധം ഉയർത്തുന്നത് നമ്മൾ കണ്ടത്. അന്ന് തുടങ്ങി ബി.ജെ.പി അണികളും നേതാക്കളും അതിശക്തമായിട്ട് ഇതിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും കൊണ്ടുവന്ന് വോട്ട് ചേർക്കും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കാശ്മീരിലുള്ള ഒരാൾ തൃശ്ശൂർ വന്ന് താമസിക്കുകയാണെങ്കിൽ അങ്ങനെ തൃശ്ശൂരിൽ 6 മാസത്തിൽ കൂടുതൽ താമസിച്ച് ഇവിടെ വോട്ടവകാശം ഇങ്ങോട്ടേക്ക് മാറ്റാം. കാശ്മീരിലെ വോട്ട് അദ്ദേഹം ഇങ്ങോട്ട് മാറ്റാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ അതിന് ശ്രമിച്ച് വോട്ട് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വോട്ട് ചെയ്യുന്നു. അതെങ്ങനെ കള്ള വോട്ടാവും? അതെങ്ങനെ ഇരട്ട വോട്ടാവും? കാശ്മീരിൽ അദ്ദേഹത്തിൻ്റെ വോട്ടവകാശം അവിടെ നഷ്ടപ്പെട്ടു, അവിടെ ഇനി ചെയ്യാൻ പറ്റില്ല. അതാണ് തൃശ്ശൂരിലേക്ക്, കേരളത്തിൽ കൊണ്ടുവന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് നിയമപരമായിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതൊരു നിയമലംഘനമല്ല. ഒരു ഇന്ത്യൻ പൗരൻ ഏത് നാട്ടിൽ താമസിക്കുന്നോ ആ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ 6 മാസത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യാം. ഇത് അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവിടെ വോട്ട് ചെയ്യാം. ഇത് നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതാണ് ഇത്തരം കള്ളവോട്ടുകളും ഇത്തരം ക്രമക്കേടുകളും കേരളത്തിൽ മുൻപ് ചെയ്തിരുന്ന പാർട്ടികളാണ് CPM, ഇപ്പോഴും ചെയ്യുകയാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യം വന്നപ്പോൾ വലിയ അത് ഈ വോട്ട് വിവാദത്തെക്കാൾ ക്രമക്കേട് ആരോ നടത്തിക്കോട്ടെ, ഇനി തിരുവനന്തപുരത്തോ കൊല്ലത്തോ നടത്തിയാലും പ്രശ്നമില്ല. പക്ഷെ CPMന്റെ കോൺഗ്രസിന്റെ പ്രധാന വിഷയം സുരേഷ് ഗോപിയുടെ വിജയമാണ്. അതെ, അത് ബി.ജെ.പി ഇവിടെ വിജയിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പിന്നെ 2, ഇത് കള്ളവോട്ടല്ല, ഇത് നിയമപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ അവർ വോട്ട് ചേർത്തു. അതെങ്ങനെ കള്ള വോട്ടാവും? സുരേഷ് ഗോപിയും ഭാര്യയും അദ്ദേഹത്തിൻ്റെ അനുജനും ഈ പറഞ്ഞ പോലെ ഡ്രൈവറും ഒക്കെ കഴിഞ്ഞ 6 മാസത്തിലധികമായിട്ട് തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവരവിടെ വോട്ട് ചേർത്തു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം.
പക്ഷെ ഇത് അവരെവിടെ നിയമലംഘനം നടത്തിയിരിക്കുന്നു, എങ്ങനെ നമുക്കത് തെളിയിക്കാൻ പറ്റും? ഇതൊന്നും സാധിക്കാതെ വെറുതെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ചുമ്മാ അങ്ങ് എറിഞ്ഞു നോക്കുകയാണ്. ഒരു മാവിൽ നിറയെ മാങ്ങയുണ്ട്, പടപടയെ കല്ലങ്ങ് എറിയാണ്, ഏതെങ്കിലുമൊക്കെ കൊണ്ട് വീഴും എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെയാണ് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സുരേഷ് ഗോപി അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് അവസാനം എറിഞ്ഞവന്റെ തലയിൽ തന്നെ വീഴുന്ന അവസ്ഥയായി. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ഈ ഗോപാലകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. വെച്ചാൽ ഞങ്ങൾ ഒരു വെല്ലുവിളിയാണ് വെച്ചാൽ അത് സുരേന്ദ്രൻ കൊടുത്ത ആവേശമായിരിക്കാം ചിലപ്പോൾ. ഞങ്ങൾ അത് ചെയ്യും, പിന്നെ ഞങ്ങൾ ഇനിയും ചെയ്യും, ആരോടാ ചോദിക്കാം എന്ന മട്ടിൽ ഒരു കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട്. അത് MT രമേശ് അതിനെ വളരെ ന്യായമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു, അതിനകത്തുള്ള ശരിതെറ്റുകളെ കുറിച്ച് പറഞ്ഞു. അത് നിയമം അനുവദിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല. ഇനിയും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യും, കാരണം അത് നിയമത്തിന് വിധേയമാണ്. നിയമത്തിന് വിധേയമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല, നിയമവിരുദ്ധമായ ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. അത് BJPക്കും കോൺഗ്രസിനും CPM ഒക്കെ അത് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക, ഇരട്ട വോട്ട്, കണ്ണൂര് തലശ്ശേരിയിൽ വോട്ടുണ്ട്, ഇപ്പുറത്ത് വടകരയിൽ വോട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അത് ഇരട്ട വോട്ടാണ്, അത് കള്ള വോട്ടാണ്. അത് തലശ്ശേരിയിൽ വോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മായ്ക്കാനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ വാർത്തകളിൽ കൂടെ കണ്ടിട്ടുണ്ട്. പലരും ഇപ്പുറത്ത് വന്ന് വടകരയിൽ വന്ന് തൻ്റെ അടുത്ത വോട്ടേഴ്സ് ID കാർഡ് ഉപയോഗിച്ച് അവിടെ വോട്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ ചെയ്യുന്ന കൂട്ടരാണ് സുരേഷ് ഗോപിക്കെതിരെ ചന്ദ്രഹാസം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ച് BJP ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്ത് മറുപടി പറയാൻ പോകാതിരുന്നതാണ്. പക്ഷേ അവർക്കും ഇപ്പോൾ ആവേശമുണ്ട്, അവർ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലായി. ഇവിടെ ഈ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, അതുപോലെ ആലപ്പുഴ, ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ രീതിയിൽ വോട്ട് കൂടിയിട്ടുണ്ട്. BJP തിരുവനന്തപുരത്ത് രണ്ടാമത് വന്നു. തിരുവനന്തപുരത്ത് പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP ഒന്നാമതാണ്. അതുപോലെ ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി. ഇതെല്ലാം ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നിരന്തരം ഇത്തരം എന്നുവെച്ചാൽ ജനങ്ങളുടെ ഉള്ളിൽ, വോട്ടർമാരുടെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം. എന്താ, സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിലൂടെയാണ്, സുരേഷ് ഗോപി ജയിച്ചത് ഇരട്ട വോട്ടുകളിലൂടെയാണ്, സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഈ വോട്ട് അന്യായമായിട്ട് ചേർത്തുകൊണ്ടാണ്, ഇങ്ങനെയെല്ലാം പൂരം കലക്കി ഇങ്ങനെയൊക്കെയുള്ള നരേറ്റീവുകൾ സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമം. അതൊന്നും ഇത് കാലം മാറി. ഈ ഇടതുപക്ഷക്കാരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത് 10-25 കൊല്ലം പുറകിലാണ്. ഈ പഴയ ഗർഭസത്യാഗ്രഹം ഉണ്ടല്ലോ, കൊള്ളാവുന്ന ചെറുപ്പക്കാരെ ഈ ഗർഭക്കേസിൽപ്പെടുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇനിയും വെച്ച് നടത്താം എന്ന് ഇവർ കരുതുന്നെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അതൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിക്കൂ എന്നേ ഇവരോട് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള മട്ടിൽ ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഗോപാലകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഞങ്ങൾ ഇനിയും ചേർക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നുള്ള മറുപടി പറഞ്ഞു. ഏറ്റവും നല്ല മറുപടി പറഞ്ഞത് വാസ്തവത്തിൽ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം ശരിയാണ്. ഞങ്ങൾ ഒരു MLA പോലും ഇല്ലാത്ത, ഭരണത്തിലൊരു സ്വാധീനവും ഇല്ലാത്ത, പ്രതിപക്ഷത്തും ഇല്ലാത്ത ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചേർത്തെങ്കിൽ, കാരണം ഈ വോട്ട് ചേർക്കൽ പ്രക്രിയ റവന്യൂ ജീവനക്കാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാരുടെയും ഒക്കെ നിയന്ത്രണത്തിലാണ്, അല്ലാതെ അത് BJPയുടെ നിയന്ത്രണത്തിലല്ല, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ, ഇവിടെ സംസ്ഥാനത്ത് നടക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? ഭരണപക്ഷവും പ്രതിപക്ഷവും എവിടെ പോയിരിക്കുകയായിരുന്നു? ഇടതുപക്ഷവും വലതുപക്ഷവും ഉറങ്ങുകയായിരുന്നു. നിങ്ങളിത് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാകിനട എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ആക്ഷേപിച്ചത് വളരെ ശരിയാണ്. കാരണം അവരറിയാതെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മണ്ടത്തരം വേറെയില്ല. വളരെ കൃത്യമായിട്ട് നിയമവിധേയമായിട്ട് തന്നെയാണ് ഈ വോട്ടുകൾ ചേർത്തിരിക്കുന്നത്, അല്ലാതെ നിയമവിരുദ്ധമായിട്ടല്ല വോട്ട് ചേർത്തിരിക്കുന്ന. ഡബ്ലിംഗ് ഉണ്ടായിട്ടില്ല, വ്യാജ വോട്ടുകൾ ഉണ്ടായിട്ടില്ല, ID കാർഡ് വ്യാജമായിട്ടുണ്ടാക്കി അതിൻ്റെ പേരിൽ ആർക്കും അവിടെ വോട്ടവകാശം കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു കേസെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം അത് കൊണ്ടുവരട്ടെ, പരാതിപ്പെടട്ടെ. നമ്മുടെ രാജ്യത്ത് സംവിധാനമുണ്ട്, അത് കണ്ടുപിടിക്കാൻ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.